കൺസിസ്റ്റൻസി എന്നൊരു വാക്കുണ്ടല്ലോ ഇംഗ്ലീഷിൽ. അതായത് പറയുന്ന അഭിപ്രായങ്ങൾ സ്ഥിരമായി, അതായത് ഒരു പ്രത്യേക ട്രാക്കിൽ നിന്നുകൊണ്ട് അഭിപ്രായം പറയുക. ഡൊണാൾഡ് ട്രംപിന് അത് ശീലമില്ല, അല്ലെങ്കിൽ അദ്ദേഹത്തിന് കൺസിസ്റ്റൻസി ബാധകം അല്ല. ചാഞ്ചാടി കളിക്കുന്നൊരു മനസ്സാണ് ട്രംപിനെ കൊണ്ട് കഴിഞ്ഞ ദിവസം പറയിപ്പിച്ചത്. ഇനി ഇറാനിൽ യുദ്ധമില്ല, യുദ്ധവിരാമമെന്ന് പറയുന്നില്ല, പക്ഷെ ഇനി ഇറാനെ തങ്ങൾ ആക്രമിക്കില്ല. ഇത് പറയുന്നത് അമേരിക്കയോടാണ്. അമേരിക്കയിൽ നിന്നുകൊണ്ട് ലോക ജനതയോടല്ല, അമേരിക്കക്കാരോട് പറയുകയാണ് യുദ്ധം അവസാനിപ്പിച്ചിരിക്കുന്നു, ഇനി ആക്രമണമില്ല, ഉപരോധം തുടരും. അത് ഒരു സ്റ്റേറ്റ്മെൻറ്റ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഡൊണാൾഡ് ട്രംപിന് അമേരിക്കൻ പാർലമെൻറ്റിനെ ഫേസ് ചെയ്യണമെന്നില്ല. കാരണം യുദ്ധം അവസാനിച്ച സ്ഥിതിക്ക് ഇനി പാർലമെൻറ്റിൻ്റെ അനുവാദം വേണ്ടല്ലോ. 2 മാസത്തിന് ശേഷവും യുദ്ധം തുടരുന്നു എങ്കിൽ മാത്രമാണ് പാർലമെൻറ്റിൻ്റെ, അമേരിക്കൻ പാർലമെൻറ്റായ കോൺഗ്രസിൻ്റെ അനുമതി വേണ്ടത്. ഇപ്പോൾ ഇതാ ഫെബ്രുവരി 28 യുദ്ധം തുടങ്ങി. മാർച്ച് 2 അമേരിക്കൻ പാർലമെൻറ്റായ കോൺഗ്രസിനെ ഡൊണാൾഡ് ട്രംപ് അറിയിക്കുന്നു, ഇതാ യുദ്ധം തുടങ്ങിയിരിക്കുന്നു എന്ന്. ഏപ്രിൽ മാസം 13 യുദ്ധം നിർത്തിവെക്കുന്നു, വെടിനിർത്തൽ വരികയാണ്. ഇപ്പോഴും ആ വെടിനിർത്തൽ മുന്നോട്ട് പോവുകയാണ്. ചർച്ചകൾ ഒറ്റയ്ക്കും തറ്റയ്ക്കും ചർച്ചകൾ നടക്കുന്നു. അനൗപചാരികവും ഔപചാരികവുമായ ചർച്ചകൾ പലത് ഇതിനുള്ളിൽ കഴിയുകയും ചെയ്തു. അതുകൊണ്ട് ഇപ്പോൾ നിലവിൽ ഉപരോധം മാത്രമേ ഉള്ളൂ. യുദ്ധം ഇല്ലാത്തതുകൊണ്ട്, അമേരിക്ക ആക്രമിക്കുന്നില്ലാത്തതുകൊണ്ട് ആ ചോദ്യം അവിടെ ഉദിക്കുന്നില്ല. അതായത് ട്രംപ് കോൺഗ്രസിനെ എപ്പോൾ ഫേസ് ചെയ്യും, കോൺഗ്രസിനോട് ഇത് അറിയിക്കുമോ, കോൺഗ്രസിൻ്റെ കൺസെൻറ്റ് വാങ്ങേണ്ടതുണ്ടോ? ട്രംപിൻ്റെ അഭിപ്രായത്തിൽ ഞാൻ കോൺഗ്രസിൻ്റെ കൺസെൻറ്റ് വാങ്ങേണ്ടതില്ല, കാരണം യുദ്ധമില്ലല്ലോ, അതാണ് പറയുന്നത്. എന്നാൽ അതേ ശ്വാസത്തിൽ അടുത്ത വാചകത്തിൽ പറയുന്നു, ഇറാൻ വഴിക്ക് വന്നില്ല എങ്കിൽ തങ്ങൾ ആക്രമണം കടുപ്പിക്കും എന്നും പറയുന്നു. ഇതിനർത്ഥം എന്താ? ഇതെങ്ങനെയാണ് വ്യാഖ്യാനിക്കുക? നോക്കൂ, യുദ്ധവും യുദ്ധ സമാനമായ സാഹചര്യവും രണ്ടും വേർതിരിച്ച് കാണാനാവില്ല. ഒരു തന്ത്രം എന്ന നിലയിൽ ഹോർമൂസ് ഉപരോധം അമേരിക്ക പ്രഖ്യാപിച്ചിരിക്കുന്നു. വെറും ഹോർമൂസ് ഉപരോധമല്ല, ഇറാനിലേക്ക് പ്രവേശിക്കുന്ന, ഇറാൻ തുറമുഖങ്ങളെ ലക്ഷ്യമാക്കി നീങ്ങുന്ന കപ്പലുകൾ, ഏത് രാജ്യത്തിൻ്റെ കപ്പലുകളാണെങ്കിലും തടയും. അതുപോലെ ഇറാനിൽ നിന്നും ഏത് രാജ്യത്തിൻ്റെ കൊടി വഹിക്കുന്ന കപ്പലാണെങ്കിലും ഇറാൻ തുറമുഖങ്ങളിൽ നിന്നും പുറത്തേക്ക് വരുന്ന കപ്പലുകളെ അമേരിക്ക ബലം പ്രയോഗിച്ച് തടയും. ഇത് യുദ്ധസമാനമായൊരു സാഹചര്യമാണ്. ബലം പ്രയോഗിച്ച് തടയുന്നു എന്ന് പറയുമ്പോൾ അത് യുദ്ധസമാനമായ സാഹചര്യങ്ങളാണ്. ഏതാണ് 47ഓളം കപ്പലുകളെ അമേരിക്ക ബലം പ്രയോഗിച്ച് തടയുകയും തിരിച്ചു വിടുകയും ചെയ്തു എന്നാണ് പറയുന്നത്. പക്ഷെ ഇതിനിടയിൽ 35 കപ്പലുകൾ ഇറാൻ്റെ തീരം പറ്റി തീരക്കടലിലൂടെ ഇറാൻ തീരം, പാകിസ്ഥാൻ തീരം, അങ്ങനെ പുറം കടലിലേക്ക് നീങ്ങി എന്നും റിപ്പോർട്ടുകളുണ്ട്. അതുമാത്രമല്ല, ഒരു ഓയിൽ ടാങ്കർ ഹോർമൂസ് ഉപരോധം മറികടന്ന്, ഇറാൻ്റെയും അമേരിക്കയുടെയും ഒക്കെ ഉപരോധം മറികടന്ന് ഏതാണ്ട് 47,000 ടൺ പ്രകൃതിവാതകം വഹിക്കുന്ന ഒരു കപ്പൽ അവിടെ കടന്നു വന്നതായി, ഇന്ത്യയിലേക്ക് വരുന്നൊരു കപ്പൽ വന്നതായി റിപ്പോർട്ടുണ്ട്. അതുകൊണ്ട് ഉപരോധം പൂർണ്ണമാണോ എന്ന് ചോദിച്ചാൽ അല്ല. എന്നാൽ ഉപരോധത്തിൻ്റെ ഇഫക്റ്റ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. അത് ഇറാനെ ബുദ്ധിമുട്ടിക്കുമോ എന്ന് ചോദിച്ചാൽ വളരെയധികം ബുദ്ധിമുട്ടാണ്. പക്ഷേ ഇറാൻ അതിനോട് എങ്ങനെയാണ് പ്രതികരിക്കുന്നത് എന്ന് ചോദിച്ചാൽ അത് യുദ്ധസമാനമായ സാഹചര്യമായി തന്നെയാണ് ഇറാൻ അതിനെ വിവക്ഷിക്കുന്നത്. അമേരിക്ക പറയുന്നു അത് യുദ്ധമല്ല, യുദ്ധസമാനമായ സാഹചര്യമല്ല, തങ്ങൾ തടയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇതിനിടയിൽ അമേരിക്കൻ പ്രസിഡന്റ് മറ്റൊരു കാര്യം കൂടി ചെയ്തു വെച്ചു. കഴിഞ്ഞ ദിവസം അമേരിക്ക പ്രസിഡന്റ് പറയുകയാണ്, തങ്ങൾ കപ്പൽ കൊള്ളക്കാരെ പോലെയാണ്, പൈററ്റ്സ് എന്ന വാക്കാണ് ഉപയോഗിക്കുന്നത്, കടൽ കൊള്ളക്കാരെ പോലെയാണ്. തങ്ങളുടെ ഹെലികോപ്റ്ററുകൾ, തങ്ങളുടെ വിമാനങ്ങൾ അവിടേക്ക് പറന്നിറങ്ങും ശത്രു കപ്പലുകളുടെ മുകളിലേക്ക്, എന്ന് പറഞ്ഞാൽ എണ്ണ കടത്തിക്കൊണ്ട് പോകുന്ന ഗോസ്റ്റ് ഷിപ്പുകൾ എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ മറ്റു രാജ്യത്തിൻ്റെ പതാക വഹിക്കുകയും സൂത്രത്തിൽ കടത്തിക്കൊണ്ട് പോകുന്ന കപ്പലുകളാണ്, ഷാഡോ ഫ്ലീറ്റ് എന്നൊക്കെ പറയും. അതിലേക്ക് തങ്ങൾ ഇരച്ചു കയറും, അതങ്ങോട്ട് പിടിച്ചെടുക്കും. കടൽ കൊള്ളക്കാർ ചെയ്യുന്നത് പോലെ അത് പിടിച്ചെടുക്കും. പക്ഷേ തങ്ങളത് മറ്റൊരു ഉദ്ദേശത്തിലാണ് ചെയ്യുന്നത്, കടൽ കൊള്ളയ്ക്കല്ല. പക്ഷേ ഇതിനിടയ്ക്ക് വീണ്ടും പറയുന്നു, തങ്ങൾ ചിലപ്പോൾ അതിൽ നിന്ന് ലാഭമുണ്ടാക്കും, ആ എണ്ണയൊക്കെ തങ്ങൾ നിയന്ത്രിക്കും. ഇതെല്ലാം തന്നെ പല ടോണിൽ, പല വേവ് ലെങ്തിൽ ഡൊണാൾഡ് ട്രംപ് പറയുകയാണ്. ഇതിനർത്ഥം എന്താണ്? ഒരു കൺസിസ്റ്റൻസി. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഒരു കൺസിസ്റ്റൻസിയുടെ അഭാവം അവിടെ നിഴലിച്ച് കാണാം. അതുകൊണ്ട് അമേരിക്കൻ പ്രസിഡന്റിനെ സംബന്ധിച്ചിടത്തോളം കൃത്യമായ ഒരു ലക്ഷ്യം ഇല്ല, ഒരു സമയക്രമമില്ല. പക്ഷെ നിയതമായ ചട്ടങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രം മുന്നോട്ട് പോകുന്ന രാജ്യമാണ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക എന്നുകൂടി ഓർക്കണം. ആ നിയതമായ ചട്ടങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? എന്തിനും ഏതിനും ഒരു നിയമപരമായ പരിരക്ഷ ഉണ്ടാവണം.
അമേരിക്കൻ പ്രസിഡന്റിന് അധികാരങ്ങളുണ്ട്. പക്ഷേ ആ അധികാരങ്ങൾ അമേരിക്കൻ ഭരണഘടന അനുശാസിക്കുന്ന രീതിയിൽ ആ സിസ്റ്റം സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ മാത്രമേ ഉപയോഗിക്കാൻ പറ്റൂ. അല്ല എങ്കിൽ there will be correction from within. That is called checks and balances. മറ്റൊരു അവസരത്തിൽ ഞാൻ പ്രേക്ഷകരോട് പറയുകയും ചെയ്തതാണ്, അമേരിക്കൻ സിസ്റ്റം വർക്ക് ചെയ്യുന്നത് ചെക്സ് ആൻഡ് ബാലൻസസ് എന്നൊരു സംവിധാനം ഉപയോഗിച്ചാണ്. അതിൻ്റെ ഫലമായിട്ടാണല്ലോ അമേരിക്കൻ പ്രസിഡന്റ് പ്രഖ്യാപിച്ച തീരുവകൾ, ഇറക്കുമതി തീരുവകൾ, കർശനമായ ടാരിഫുകൾ, അതെല്ലാം തന്നെ അമേരിക്കൻ ഫെഡറൽ കോടതി, അതായത് അമേരിക്കയുടെ സുപ്രീം നീതിന്യായ വ്യവസ്ഥിതി അത് തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. ഈ തുക, ഈടാക്കിയ തുക തിരിച്ചു കൊടുക്കണം, ഇറക്കുമതിക്കാർക്ക് തിരിച്ചു കൊടുക്കണം. ഇപ്പോൾ അത് തിരിച്ചു കൊടുത്തുകൊണ്ടേയിരിക്കുന്നു. അതുകൊണ്ട് അവിടെ ഒരു ബാലൻസ് ആണ്, ചെക്ക് ആൻഡ് ബാലൻസ്. അമേരിക്കൻ സിസ്റ്റം പ്രസിഡന്റിന് ഏകപക്ഷീയമായ ടാരിഫ് അധികാരങ്ങളുണ്ട് എന്ന് കരുതിയെങ്കിൽ തെറ്റി. യുദ്ധ പ്രഖ്യാപന കാര്യവും അതുപോലെ തന്നെയാണ്. അമേരിക്കൻ വാർ ആക്ട് 1973 അതനുസരിച്ച് വ്യക്തമായി പറയുന്നു, 2 മാസത്തേക്കാണ് അമേരിക്കൻ പ്രസിഡന്റിന് യുദ്ധം നയിക്കാൻ കഴിയുക. അതിനുശേഷം പൂർണ്ണ വിവരങ്ങൾ കോൺഗ്രസിനെ അറിയിച്ചിരിക്കണം, സെനറ്റിനെയും ഹൗസ് ഓഫ് റെപ്രസെൻറ്റേറ്റീവ്സിനെയും അറിയിച്ചിരിക്കണം. അവരുടെ പൂർണ്ണ പിന്തുണയോടുകൂടി മാത്രമേ, ഭൂരിപക്ഷ പിന്തുണയോടുകൂടി മാത്രമേ ട്രംപിന് യുദ്ധം മുന്നോട്ട് കൊണ്ടുപോകാനാവൂ, ഒരു പ്രസിഡന്റിന് യുദ്ധം മുന്നോട്ട് കൊണ്ടുപോകാനാവൂ. അപ്പോൾ ഇപ്പോൾ ട്രംപ് ശ്രമിക്കുന്നത് അമേരിക്കൻ പാർലമെൻറ്റിനെ ഓവർലുക്ക് ചെയ്തുകൊണ്ട്, ബൈപ്പാസ് ചെയ്തുകൊണ്ട്, ചില സാങ്കേതിക കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് യുദ്ധമില്ല, നിർത്തിയല്ലോ, അതുകൊണ്ട് ഇനിയിപ്പം കോൺഗ്രസിനെ ഫേസ് ചെയ്യേണ്ട കാര്യമില്ല. യഥാർത്ഥത്തിൽ ഒരുപക്ഷെ കോൺഗ്രസ് മെമ്പേഴ്സ് തന്നെ ഒരുപക്ഷെ ഇത് ഈ ഡിസ്ക്രിപ്പൻസി ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞേക്കാം, അല്ല മിസ്റ്റർ ട്രംപ്, 2 മാസം കഴിയുന്ന ദിവസം മെയ് 2-ാം തീയതിയാണ്. അപ്പോൾ അത് കടന്നിരിക്കുന്നു. ആ മെയ് 2-ാം തീയതി കടന്നുപോയി. അതുകൊണ്ട് ഇറ്റ് ഇസ് ഹൈ ടൈം ദാറ്റ് യു ബ്രിങ് ദ ഇഷ്യൂ ബാക്ക് ടു ദ പാർലമെൻറ്റ് ഫോർ ഡിസ്കഷൻ. 2 റൗണ്ട് ഡിസ്കഷൻ കഴിഞ്ഞു. കമ്മിറ്റി സിസ്റ്റം, കോൺഗ്രഷണൽ കമ്മിറ്റീസ്, സെനറ്റിൻ്റെയും ഹൗസിൻ്റെയും കമ്മിറ്റികൾ ഈ വിവരം ഡിസ്കസ് ചെയ്തു. അവിടെ നിഗമനങ്ങളിൽ എത്തി നിൽക്കുന്നു. ഇനിയിപ്പം എൻറ്റയർ കോൺഗ്രസ് ആണ് ഇതിനെക്കുറിച്ച് പഠിച്ച് ഒരു തീരുമാനം എടുക്കേണ്ടത്. 1 മാസത്തെ സമയം ഉണ്ടാകും അമേരിക്കൻ സൈന്യങ്ങൾക്ക് വിഡ്രോ ചെയ്യാൻ. ഇപ്പം യഥാർത്ഥത്തിൽ അമേരിക്കയുടെ സേനാ വിന്യാസം പൂർണ്ണമായി സ്റ്റോൾഡ് ആണ്, പോസ്ഡ് ആണ്, അല്ലെങ്കിൽ ഫ്രോസൺ ആണ്. തകൃതിയായ നീക്കങ്ങൾ നടക്കുന്നു, പക്ഷേ യുദ്ധം ചെയ്യുന്നില്ല. താവളങ്ങളെല്ലാം അതുപോലെ തന്നെ നിൽക്കുന്നു, സേനാ താവളങ്ങൾ. ഇതിനിടയിൽ തന്നെ അമേരിക്ക വലിയ തോതിൽ പലയിടത്തു നിന്നും സേനകളെ പിൻവലിക്കുന്നു. ജർമ്മനിയിൽ നിന്നും 5000 ഭടന്മാരെ, 5000 മറീനുകളെ പിൻവലിച്ചതായി റിപ്പോർട്ടുണ്ട്. ഏതാണ്ട് 47,000-ഓളം അമേരിക്കൻ ട്രൂപ്സ് ജർമ്മനിയിലുണ്ട്. അതിൽ ചെറിയ തോതിൽ, അതായത് ജർമ്മൻ ചാൻസലറുടെ ചില പ്രസ്താവനകൾ, ട്രംപിനെതിരായ ചില പ്രസ്താവനകൾ ട്രംപിനെ ചൊടിപ്പിച്ചു, അത് പിൻവലിച്ചു. പലയിടത്തു നിന്നും അങ്ങോട്ടും ഇങ്ങനെ ഷിഫ്റ്റിംഗ് നടക്കുന്നുണ്ട്. പക്ഷേ യുദ്ധം നടക്കുന്നില്ലാത്തത് കൊണ്ട് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അമേരിക്ക ഈസ് നോട്ട് അറ്റ് വാർ ടെക്നിക്കലി. അപ്പോൾ ഈ ടെക്നിക്കാലിറ്റി മുൻനിർത്തിയാണ് ഇപ്പോൾ അമേരിക്ക കാര്യങ്ങൾ നീങ്ങുന്നത്. അതിനർത്ഥം എന്താണ്? അതിനർത്ഥം അമേരിക്ക ഈസ് നോട്ട് ഷുവർ. വ്യക്തമായ കാഴ്ചപ്പാടുണ്ടായിരുന്നെങ്കിൽ കോൺഗ്രസിന് അനുവാദം വാങ്ങാം, തങ്ങൾക്ക് ഇത്ര സമയം കൂടെ വേണം, ഇത്ര പണം കൂടി വേണം. പണത്തിൻ്റെ കാര്യം ട്രംപ് പറയുന്നുണ്ട്. $1.3 ട്രില്യൺ അധിക ചിലവാണ് ട്രംപ് പാർലമെൻറ്റ് മുന്നിൽ വെച്ചിരിക്കുന്നത്. ഇത് അനുവദിച്ചു കൊടുക്കുമോ എന്തോ അതറിയില്ല. പക്ഷേ വലിയ തോതിൽ ആയുധങ്ങൾ ഇസ്രായേലിലേക്ക് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ഏതാണ്ട് 1,15,000-ഓളം ടൺ ആയുധങ്ങളാണ്, പല വിധത്തിലുള്ള ആയുധങ്ങളാണ് ഇസ്രായേലിലേക്ക് മാത്രമായി അമേരിക്ക കൊണ്ടുവന്ന് ഇറക്കിയിരിക്കുന്നത്. അത് വില കൊടുത്ത് വാങ്ങുന്നതാണ് കേട്ടോ. ഇസ്രായേൽ വിൽ ഹാവ് ടു പേ ഫോർ ദാറ്റ്. അല്ലാതെ ഫ്രീ ആയിട്ട് കൊണ്ടുവന്ന് ഡംപ് ചെയ്തൊന്നുമല്ല, അത് പണം കൊടുത്ത് വാങ്ങുന്നത് തന്നെയാണ്. പക്ഷേ വൻതോതിൽ ഇസ്രായേൽ സഹായിക്കുന്നു. അതിനർത്ഥം വരികൾക്കിടയിലൂടെ വായിച്ചാൽ ഒരു കാര്യം മനസ്സിലാകും. അമേരിക്ക ഇനി ഒരുപക്ഷെ എന്ന് മാത്രമേ പറയാനാവൂ, ഒരുപക്ഷെ നേരിട്ട് യുദ്ധത്തിൽ പങ്കെടുക്കില്ല. അമേരിക്കയുടെ റോൾ അവിടെ കഴിഞ്ഞിരിക്കുന്നു. ഇനി ഇസ്രായേൽ അമേരിക്കയ്ക്ക് വേണ്ടി, അല്ലെങ്കിൽ ഇസ്രായേലിന് വേണ്ടി തന്നെ ഇറാൻ്റെ ശേഷിക്കുന്ന സന്നാഹങ്ങളെ തച്ചുടയ്ക്കാൻ ശ്രമിക്കും. അതിന് ബാഹ്യ പിന്തുണ അമേരിക്ക നൽകും, നേരിട്ടുള്ള പിന്തുണയല്ല. മറ്റ് ഇൻ്റലിജൻസ് ഇൻപുട്ടുകളാകട്ടെ, സാറ്റലൈറ്റ് ഇൻപുട്ടുകളാകട്ടെ, മറ്റ് ടെക് ആകട്ടെ, ഏത് രീതിയിലും സഹായിക്കാൻ തയ്യാറാണ്. അപ്പോൾ അത് അവിടെയും കോൺഗ്രസിനെ ബൈപ്പാസ് ചെയ്യാൻ വേണ്ടി തന്നെയാണ് ഇത് ചെയ്യുന്നത് എന്ന ഒരു നിഗമനത്തിലാണ്. അപ്പം എല്ലാം ചേർത്ത് വായിക്കുമ്പോൾ യുദ്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ അമേരിക്കൻ ജനത ആഗ്രഹിക്കുന്നില്ല. 69% പേര് യുദ്ധവിരുദ്ധതയിൽ നിൽക്കുകയാണ്.
ട്രംപിനെ അനുകൂലിക്കുന്നത് 30% താഴെ പേര് മാത്രമേ ഉള്ളൂ എന്നോർക്കണം. യുദ്ധം ചെയ്യുന്നത് ന്യായം എന്ന് കരുതുന്നവരുടെ എണ്ണം അനുദിനം കുറഞ്ഞു വരുന്ന അമേരിക്കയിൽ ഇതൊന്നും കണ്ടില്ല എന്നടിക്കാൻ ഡൊണാൾഡ് ട്രംപിന് അല്ല ആർക്കും കഴിയില്ല. അതുകൊണ്ടാണ് പറയുന്നത് ഇത് ഒരു പക്ഷേ മറ്റൊരു ടേണിലേക്ക് നീങ്ങുകയാണ്. നയതന്ത്രം ഒരു വഴി പോകും, അല്ല എങ്കിൽ ലക്ഷ്യം കൈവരിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ട്രംപ് നാടകീയമായ ഒരു പിന്മാറ്റം പ്രഖ്യാപിക്കും. ഇപ്പോൾ യുദ്ധമല്ലല്ലോ, ഒരു കട്ട് ഓഫ് ഡേറ്റ് വെച്ചിട്ട് ഞങ്ങൾ ഏപ്രിൽ 13 ശേഷം തങ്ങൾ ആക്രമണം നടത്തിയിട്ടില്ല, അത് മുതൽ വെടിനിർത്തലാണ്, ആ വെടിനിർത്തൽ തുടരുന്നു, യുദ്ധവും ഇനിയും ഉണ്ടാവില്ല, പക്ഷെ ഉപരോധം തുടരും, ഇറാൻ താനെ വഴിക്ക് വരും, ചർച്ച ചെയ്യും, തങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ഒപ്പിടിപ്പിക്കും, അത് അമേരിക്കയുടെ പൂർണ്ണ വിജയമാണ് എന്ന ഒരു വ്യാഖ്യാനത്തോടു കൂടി ട്രംപ് തലയൂരാം എന്ന ചിന്തയാണ്. ഇതൊരു നിഗമനമാണ്. ഇങ്ങനെയാണ് ഒരുപക്ഷെ ഇപ്പോൾ നടന്നു വരുന്ന ഈ ഇൻകൺസിസ്റ്റൻസിയെ വ്യാഖ്യാനിക്കാനാവുന്നത് ഇങ്ങനെയാണ്. ഇനി നാളെ, പ്രത്യേകിച്ച് ട്രംപ് നാളെ ഒരു പ്രസ്താവനയുമായി വരുന്നു, എന്നാൽ താനിതാ യുദ്ധം പുനരാരംഭിച്ചിരിക്കുന്നു, വെടിനിർത്തൽ അവസാനിപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് ട്രംപാണ് എന്നതുകൊണ്ട് നമുക്ക് മുൻകൂട്ടി പറയാനാവില്ല. കാരണം ഇത് വലിയ ബുദ്ധിമുട്ടാണ്. ട്രംപിൻ്റെ പ്രസ്താവനകളെ പൊരുൾ തിരിച്ച് നിഗമനത്തിലെത്താൻ വളരെ ബുദ്ധിമുട്ടാണ്. കാരണം കൺസിസ്റ്റൻസി ഇല്ലാത്തത് കൊണ്ടാണ്. അപ്പോൾ പറയുന്നതിൽ നമ്മൾ പറയുമ്പോൾ പ്രേക്ഷകർ ചിന്തിക്കും, ഈ പറയുന്ന വിശകലനം ചെയ്യുന്നവർ കൺസിസ്റ്റൻസി കാണിക്കാത്തത് എന്ത് എന്ന് ചോദിക്കും. കൺസിസ്റ്റൻസി കാട്ടണമെങ്കിൽ ഈ പറയുന്ന ആളുകൾ, ട്രംപ് ഉൾപ്പെടെയുള്ള പ്ലെയേഴ്സ്, നെതന്യാഹു, ട്രംപ് ഉൾപ്പെടെയുള്ള ആളുകൾ, അവർ പറയുന്നതിൽ, അവർ പ്രവർത്തിക്കുന്നതിൽ ഒരു കൺസിസ്റ്റൻസ്, ഒരു ത്രെഡ് ഉണ്ടെങ്കിൽ മാത്രമല്ലേ വിശകലനം ചെയ്യാനാവൂ. അതുകൊണ്ട് ഇപ്പോഴത്തെ നിലയിൽ അമേരിക്ക ഈസ് ഓൺ ഇറ്റ്സ് വേ ബാക്ക്, തല ഊരുക എന്നത് തന്നെയാണ്. പക്ഷേ അത് കൃത്യമായി പറയാറായിട്ടുമില്ല, സൂചനകൾ മാത്രം കാണുന്നു. ഇസ്രയേലിനെ കൊണ്ട് വേണ്ടി വന്നാൽ തുടരാക്രമണം ഇസ്രയേലിനെ കൊണ്ട് ചെയ്യിച്ചെടുക്കാം എന്ന ചിന്തയിലാണ് മുന്നോട്ട് പോകുന്നത്.